RR ടോക്സ് സാധാരണ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു വിഷയമായാണ് RR ടോക്സിൽ എത്തുന്നത്. മലയാളികൾക്ക് മുഴുവൻ നാണക്കേടായ ഒരു സംഭവം നടന്നു. അതിനെക്കുറിച്ചാണ് ഇന്ന് RR ടോക്സ് സംസാരിക്കുന്നത്. RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളിൽ പലരും ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെയും മറ്റും കണ്ടിട്ടുണ്ടായിരിക്കാം. ബാംഗ്ലൂരിൽ ഹെബ്ബാളിനടുത്ത് തനിസാന്തര എന്ന സ്ഥലത്തുള്ള മൊണാർക്ക് സെറിനിറ്റി എന്ന ഫ്ലാറ്റ് സമുച്ചയത്തിൽ സിമി നായർ എന്ന മലയാളി കൊച്ചു കുട്ടികൾ ഉണ്ടാക്കിയ പൂക്കളം അതിന് നടുക്ക് കയറി നിന്ന് അലങ്കോലമാക്കുന്ന ദൃശ്യം. ആദ്യമൊക്കെ എല്ലാവരും വിചാരിച്ചത് ഇത് മാനസിക വൈകല്യമുള്ള ഒരു സ്ത്രീയുടെ പ്രവൃത്തിയായി മാത്രമാണ്. എന്നാൽ അങ്ങനെയല്ല പുറത്തു വരുന്ന വാർത്തകൾ. നമുക്കറിയാം, കേരളത്തിന് പുറത്ത് വിദേശത്താകട്ടെ അല്ലെങ്കിൽ ബാംഗ്ലൂർ, മുംബൈ പോലെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലാകട്ടെ എവിടെയാണെങ്കിലും മലയാളികൾ തങ്ങളുടെ സാംസ്കാരിക പൈതൃകവും ആഘോഷവും ഒക്കെ വിളിച്ചോതുന്ന ഒരു ഉത്സവമായാണ് ഓണത്തെ കൊണ്ടാഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികൾ വളരെ ആർജവത്തോടു കൂടി വളരെ സന്തോഷമായി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം എവിടെയായാലും. ഈ പറഞ്ഞ ഫ്ലാറ്റിലെ കൊച്ചു കുഞ്ഞുങ്ങളാകട്ടെ രാവിലെ ഏകദേശം 3 മണിവരെ ഉറക്കമളച്ചിരുന്ന് ഇട്ട പൂക്കളമാണിത്. 4 മണിവരെ ഈ കുട്ടികൾ ആ പൂക്കളത്തിനടുത്ത് ഉണ്ടായിരുന്നു. എന്നാൽ 4:15 ഈ സ്ത്രീ പൂക്കളത്തിനടുത്ത് വരികയും ആക്രോശിച്ചുകൊണ്ട് ഈ പൂക്കളം തകർക്കുകയുമാണ് ചെയ്തത്. അവിടെ കൂടി നിന്ന് മുതിർന്നവർ ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഇവർ പിന്മാറാൻ തയ്യാറായില്ല. ഫ്ലാറ്റിലെ അന്തേവാസികളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് ഇവർ പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ്. അതായത് മലയാളികൾക്ക് നേരെ, മലയാളികളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ പല രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ബാംഗ്ലൂരിലുള്ള സംഘടനകളൊക്കെ തന്നെ, മലയാളികളെ പ്രതിനിധീകരിക്കുന്ന സംഘടനകളൊക്കെ തന്നെ ഈ വിഷയത്തെ വളരെ ഗൗരവമായാണ് കാണുന്നത്. ഇതൊരൊറ്റപ്പെട്ട സംഭവമായി കാണാൻ സാധിക്കില്ല എന്നാണ് സംഘടനകൾ പറയുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ശരിക്കും നമ്മൾ മലയാളികൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വലിയ നാണക്കേടുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. മലയാളിയുടെ ദേശീയ ആഘോഷമായ ഓണവുമായി ബന്ധപ്പെട്ട് ഇട്ട ഒരു പൂക്കളം ഒരു മലയാളി സ്ത്രീ തന്നെ വന്ന് ക്രൂരമായി തല്ലി തകർക്കുമ്പോൾ മറ്റു സംസ്ഥാനക്കാരും മറ്റു ഭാഷക്കാരും കൗതുകത്തോടെ കാണുന്ന നമ്മുടെ ആഘോഷത്തെ അവഹേളിക്കുവാൻ നമ്മളിൽ ഒരാൾ തന്നെ മുതിരുന്ന ഒരു ദയനീയമായ കാഴ്ച. ഇത് ഓരോ മലയാളിക്കും വേദന ഉണ്ടാക്കുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ സംഭവത്തെക്കുറിച്ച് എൻ്റെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക. ഒരു സ്ത്രീ വന്ന് യാതൊരു പ്രകോപനവുമില്ലാതെ പൂക്കളങ്ങൾ തകർക്കുന്ന സംഭവമല്ല അന്നവിടെ നടന്നത്. ബാംഗ്ലൂരിൽ നടന്ന സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ അടങ്ങുന്ന വീഡിയോ ഈ വീഡിയോയുടെ അവസാനം പൂർണ്ണമായി കാണിക്കുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുന്നതിനായി ദയവായി വീഡിയോ മുഴുവനായി കാണുക. നിങ്ങളുടെ അഭിപ്രായം നേരത്തെ പറഞ്ഞതുപോലെ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം. അതെ, നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ please move. What will happen? Let me see what is the Constitution of India saying. It is in the bylaw, and as per the bylaw, this is not for putting any പൂക്കളം here. നിങ്ങളുടെ തോന്നുന്ന നിങ്ങളെ കാണിക്ക്. ഞങ്ങൾക്ക് നിങ്ങളുടെ തമിഴ്നാട്ടിൽ സമയമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾ പെരുമാറുമ്പോൾ ഞങ്ങൾ പെരുമാറില്ല. നിങ്ങൾ ബിഹേവ് ലൈക്ക് എ വേ യു ഡു. കൈൻഡ്ലി സ്റ്റെപ്പ് ഔട്ട്. വിളിക്കുന്നില്ല, എല്ലാരും വിളിക്കും. നമുക്ക് കിട്ടും. ഇതിന്റെ വീഡിയോ CCTV ക്ലിയർ ആയി കിട്ടും. ഞങ്ങൾക്ക് എവിടെ ഇടണം, ഞങ്ങൾ വിളിച്ച് കാണിച്ച് അപ്പാർട്ട്മെന്റ് നിന്നവർക്ക് എല്ലാവർക്കും കാണിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതെന്താ ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് ഇല്ല. എന്ത് ചെയ്തു? സോഫ എവിടെ ഇട്ടോന്നേ? പൂക്കളം വീട്ടിൽ കൊണ്ടുവന്നിടന്നേ. നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളാരും നിങ്ങളുടെ സർവന്റോ? ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടിട്ടോളാം. ഇത് നിങ്ങളുടെ സംസ്ഥാനമാണോ? വെളച്ചിലെ കൈ വെച്ചിരുന്നാൽ കേട്ടോ. Have you booked this place for your people to sit here? Have you booked it? There is no booking for lobby because then you don't tell us where to put. Wait, I have booking from 1 to 4. You go sit now then. Go sit inside. We are okay. We will give you the party hall at 1 o'clock. Go sit there. Go sit there. You can't even this place in the morning. Every morning I want my sofa to be. Yeah, hello. It is not your sofa. It is association. Ask them to come and put it back. Ask them to do that. Association. You go ask them. Okay, you come and do this. I will remove it right away. What? You will remove it right away.
need to show. Yeah. Just make sure that all the whatever, how much of an apartment you have, everything is there. So we go push her, man. What is this? No, I don't want to touch this person then. അല്ല, we will You can circulate it. jealous We will circulate a madness. That's it. We will circulate a madness.